രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച നടപടിക്കെതിരെയാണ് അപ്പീൽ. മുജിതബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജിതബ, ഈ അപ്പീലിലെ പ്രധാനപ്പെട്ട വിശദാംശം എന്താണ്? രണ്ടാമത്തെ കേസിലാണ് ഇന്നലെ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. കർശന ഉപാധികളോടെ ജാമ്യ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്നതൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ സർക്കാർ നേരെ ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്നു. ഇന്നലെ തന്നെ അതിന്റെ നീക്കമുണ്ടായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരോടും SITയോടും ഒക്കെ സംസാരിക്കുമ്പോൾ തീർച്ചയായും അത് പരിശോധിക്കും. അതിന്റെ സാധ്യത ഹൈക്കോടതിയിലെ പ്രോസിക്യൂഷൻ DGയോട് ആശയവിനിമയം നടത്തുകയുമായിരുന്നു. ഇന്നിപ്പോൾ ഉച്ചയായി. ഈ സമയത്തിനകം തന്നെ സർക്കാർ അതുമായി ബന്ധപ്പെട്ട നിയമോപദേശം ലഭിക്കുകയും ആ ഹർജി അപ്പീൽ ഫയൽ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. സെഷൻസ് കോടതിയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വാദങ്ങൾ: ഒന്ന്, ഈ അന്വേഷണ സംഘം ഹാജരാക്കിയ മുഴുവൻ തെളിവുകൾ വിശദമായി പരിശോധിക്കാതെയാണ് സെഷൻസ് കോടതിയുടെ ഈ ഉത്തരവ് വന്നിരിക്കുന്നത്, മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള നടപടി. രണ്ടാമത്തെ കാര്യം, ഹാബിച്വൽ ഒഫൻഡറാണ് ഈ രാഹുൽ മാങ്കൂട്ടം. നിരവധി പരാതികൾ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഹൈക്കോടതിയിൽ തന്നെ മറ്റൊരു കേസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പെൻഡിങ്ങിലാണ്. നോട്ട് അറസ്റ്റ് നൽകിയിട്ടുണ്ടെങ്കിലും നേരത്തെ തിരുവനന്തപുരത്ത് സെഷൻസ് കോടതി ഒരു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും അതിനെതിരെ രാഹുൽ തന്നെ ഹൈക്കോടതിയിൽ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പരാതികൾ, ആരോപണങ്ങൾ മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്. ആ ഒരു തരത്തിലൊരു ഹാബിച്വൽ ഒഫൻഡർ എന്നുള്ള നിലയ്ക്ക് ഈ കേസിൽ വളരെ വിശദമായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. മാത്രമല്ല, രാഹുലിനെ വിശദമായി ചോദ്യം ചെയ്യുകയും കസ്റ്റഡിയിൽ വേണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തള്ളിക്കൊണ്ടുള്ള അപ്പീലിൽ സർക്കാർ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ തിരുവനന്തപുരത്തെ സെഷൻസ് കോടതി ഉത്തരവിന്റെ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. കാര്യം സർക്കാർ പ്രതീക്ഷിച്ചതുപോലെയല്ല, വളരെ രൂക്ഷമായ വിമർശനം അന്വേഷണ സംഘത്തിനുണ്ട്. പ്രത്യേകിച്ച് തെളിവുകൾ പര്യാപ്തമല്ല എന്നതുൾപ്പെടെ സെഷൻസ് കോടതി ഉത്തരവിലുണ്ട്. മാത്രമല്ല, KPCC അധ്യക്ഷന് വന്ന പരാതിയും ഈ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുള്ള മൊഴികളും തമ്മിൽ അന്തരമുണ്ട്, വൈരുദ്ധ്യമുണ്ട്. അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച്, പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വളരെ വലിയ വിമർശനത്തിനിടയായ ഒരു സാഹചര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഒരു തിരിച്ചടി നേരിട്ടൊരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഇന്നലെ വൈകുന്നേരമാണ് അതിന്റെ ഉത്തരവിന്റെ കോപ്പി തന്നെ പുറത്തു വന്നത്. ഇന്നിപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ നാളെ തന്നെ ഹൈക്കോടതി വിഷയം പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സർക്കാർ ഉന്നയിക്കുന്നത്. ഒന്ന്, തിരുവനന്തപുരം സെഷൻസ് കോടതി വിശദമായി തെളിവുകൾ പരിശോധിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഉത്തരവ് റദ്ദു ചെയ്യണം, മുൻകൂർ ജാമ്യം അനുവദിച്ച നടപടി റദ്ദാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, ഇങ്ങനെ ഒരാൾക്ക് ജാമ്യം നൽകുന്നത് വളരെ ഗുരുതരമായ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. ഈ അന്വേഷണത്തെ തന്നെ ബാധിക്കും. അതിജീവിത ഉന്നയിച്ച വിഷയങ്ങൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്, കസ്റ്റഡിയിൽ വിളിച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ശരി, മുജിതബയാണ് വിവരങ്ങൾ നൽകിയത്.